ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കില്ലേ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാലപ്പുട്ട് തയ്യാറാക്കിയാലോ. ഈ ഒരു മസാലപ്പുട്ടില്ലേ നമ്മൾ ചെമ്മീനെ കൊണ്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു ചെമ്മീൻ മസാലപ്പുട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കിതിന് കറിയൊന്നും വേണ്ട. ഇതിങ്ങനെ മസാലയും കൂട്ടി ഇങ്ങനെ കുഴച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കെന്താ വേണ്ടത്, ചെമ്മീനല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 400 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ചെമ്മീൻ മസാല വരക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് പെരക്കിയെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് പെരക്കിയെടുക്കാം. ഇനി റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് നേരെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളിതാ പെരക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്മീൻ്റെ ഇതെന്ന് പറയുന്നത് ഒരുപാട് വലുതൊന്നുമല്ല, ഒരു മീഡിയത്തിൽ നിന്നും കുറച്ച് ചെറിയ ഒരു ചെമ്മീൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും, നന്നായിട്ട് ഫ്രൈ ആവുകയും ചെയ്യും. അപ്പോൾ ഇത് ഈ ഒരു പരിവായി കഴിഞ്ഞാൽ കോരി മാറ്റാം. എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ സവാള ഒന്നെങ്കിൽ ചോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു എണ്ണയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് പച്ചമുളക് ചേർക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ 3-4 ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു മീഡിയം എരിവ് മതി എന്നുള്ളത് കൊണ്ടാണ് 2 പച്ചമുളക് ചേർത്തിട്ടുള്ളത്. ഇനി വേണ്ടത് തക്കാളിയാണ്. നല്ല പഴുത്ത തക്കാളി 1 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കുക കേട്ടോ, ലോ ഫ്ലെയിമിൽ. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/4 ടീസ്പൂണ് പെപ്പർ പൗഡറും അതുപോലെ തന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഈ മസാലപ്പൊടികളൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ആ മസാലപ്പൊടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളി മസാലപ്പൊടികളൊക്കെ നല്ല രീതിയിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അത് ഫുള്ളായിട്ട് ഇട്ടിട്ട് അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉള്ളി തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ നമ്മൾ ചെമ്മീനും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പിടി മല്ലിയിലയും 1 പിടി കറിവേപ്പിലയും കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കുക കേട്ടോ. അതെല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പുട്ടുണ്ടാക്കണ്ടേ. അപ്പോൾ ഈ ഒരു മസാല കൊണ്ട് നമുക്ക് ചപ്പാത്തിക്ക് സൈഡായിട്ടൊക്കെ കഴിക്കാം കേട്ടോ. ഇനിയിപ്പോൾ പുട്ടുപൊടി വേണം. ഞാനിപ്പോൾ ആദ്യം കുഴച്ച് വെച്ചിന് കേട്ടോ പുട്ടുപൊടി. ഞാനിപ്പോൾ 2 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് സാധാരണ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ പുട്ടുപൊടിയും അതിനനുസരിച്ച് മാറ്റം വരും കേട്ടോ വെള്ളത്തിൽ. ചിലർക്ക് കുറച്ചേ വേണ്ടൂ, ചിലർക്ക് കുറേ വേണം. അപ്പോൾ അത് നിങ്ങളെടുക്കുന്ന പുട്ടുപൊടിക്കനുസരിച്ചിട്ട് വെള്ളം കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.
ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ചിരട്ടപ്പൊട്ടിലാണ് കേട്ടോ. ഈ ഒരു പാത്രത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഏത് പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് പൊട്ട് മേക്ക് ചെയ്യാം. നമ്മൾ ആ വലിയൊരു പുട്ടിൻ കുറ്റിയില്ലേ അതിലും മേക്ക് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ ഒറ്റ ലെയറിൽ സംഭവം കഴിയും. ഇനിയിപ്പോൾ ഇതാ ഫസ്റ്റ് ലെയറിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല കുറച്ച് നല്ലോണം തന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ തന്നെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ പുട്ടുപൊടി ഇതാ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മേലിൽ ആ ഫില്ലാവുന്നത് വരെ നിറയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം മേലിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മളെ വീട്ടിൽ ചെമ്മീൻ പുട്ടൊക്കെ രാത്രി ഉണ്ടാക്കാം, അല്ലെങ്കിൽ രാവിലെ അധികം ഉണ്ടാക്കലില്ല. രാത്രി തന്നെയാണ് നമ്മളെ വീട്ടിലെല്ലാം അധികം ഉണ്ടാക്കുക. പിന്നെയെന്ന് വെച്ചാൽ പാർട്ടികളിലെല്ലാം ഇപ്പം വിളമ്പുന്നതെല്ലാം കാണലുണ്ട് കേട്ടോ. ഈ ഒരു ചെമ്മീൻ പുട്ട്, ചിക്കൻ പുട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം അടിപൊളിയാട്ടോ. അങ്ങനെ അത് ഫില്ലാക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ വിസിലൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു ആവി എടുത്താൽ മതി കേട്ടോ. 1 മിനിറ്റ് ഒന്ന് ആവി എടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ചെമ്മീൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. കാരണം നമ്മളിത് കുറച്ചല്ലേ പുട്ടുള്ളൂ, ഒരുപാട് പുട്ടൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് റെഡിയാകും. അപ്പാടും തന്നെ നമ്മൾ എന്തിലാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു സെർവിങ് ബൗളിലേക്കോ അല്ലെങ്കിൽ സെർവിങ് പ്ലേറ്റിലേക്കോ നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ ബാക്കി എല്ലാ പുട്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് മൊത്തം 4 പീസ് പുട്ടാണ് ഇതുപോലെ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു 2 കപ്പ് പുട്ടുപൊടിക്ക് 4 പീസ് ഇതുപോലത്തെ ചിരട്ടപ്പുട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയിലും ഇതിലും വ്യത്യാസമൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ അതിന് നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഈ ഒരു പുട്ടും കുറ്റിയിൽ തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കുക. സാധാരണ മറ്റേ പുട്ടും കുറ്റിയിലാകുമ്പോൾ ഒറ്റ ലെയറിൽ തന്നെ സംഭവം കഴിയും കേട്ടോ. അങ്ങനെ ഇതെല്ലാ പുട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പുട്ട് എൻ്റെ മോങ്ക് തിന്നു കേട്ടോ. ഓനുണ്ടാക്കി അവിടെ തന്നെ എനിക്ക് വിശന്നിട്ട് ഓനപ്പടം തന്നെ തിന്നാളിന്. സോ ഇപ്പോൾ 3 കഷ്ണം പുട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി പുട്ടാണ് കേട്ടോ. നമുക്കിതിങ്ങനെ കഴിച്ച് നോക്കട്ടോ. ചൂടോടെ തന്നെ തിന്നാൻ ശ്രദ്ധിക്കുക, നല്ല ടേസ്റ്റാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ കുഴച്ച് ആ മസാലയും പുട്ടും തേങ്ങയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് മെയിൻ കോഴ്സ് ആണോ, അല്ലെങ്കിൽ സ്നാക്സ് ആണോ, അല്ലെങ്കിൽ ഡെസേർട്ട്സ് ആണോ, അപ്പോൾ ഏത് ഫുഡാണ്, നാടൻ ഫുഡാണോ, അങ്ങനെ ഏത് ഫുഡാണ് വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ്. താങ്ക് യു.